ഒരു കലം ചോറും കറികളൊക്കെ വീട്ടിലിരിക്കുന്ന കണ്ടിട്ട് എൻ്റെ മകൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്നോട് ചോദിക്കുക, അമ്മേ ഇവിടെ കഴിക്കുമൊന്നുമില്ലേന്ന്. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഒരു കവർ ബ്രെഡ് ഇരിപ്പുണ്ട്, അപ്പോൾ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒന്ന് വെക്കാമെന്ന്. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും സവാള ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതും തക്കാളിയും കൂടെ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് എല്ലാം കൂടെ ഞാൻ ഒന്ന് വഴറ്റിയെടുത്ത്, എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയും ചേർത്ത് പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കിണ്ടിയെടുത്തേ. എന്നിട്ട് ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. യൂട്യൂബിൽ നോക്കി മയോണൈസ് ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡിലോട്ട് ഈ മയോണൈസ് ഒന്ന് ആഡ് ചെയ്ത്, അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനൊരു കാര്യം എനിക്ക് എപ്പോഴും നടക്കാറുണ്ട്. മയോണൈസ് ഒന്ന് കൂടിപ്പോയി. എൻ്റെ മോൻ ഇതൊന്ന് കണ്ടിട്ട് പറയണം കേട്ടോ, ഇതെന്താ അമ്മയെ മയോണൈസ് പായസം വന്നു. കുഞ്ഞി പയ്യൻ്റെ കുഞ്ഞു വാക്കുകൾ കേട്ടിട്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഞാൻ പാൻ എടുത്ത് ബ്രെഡിൻ്റെ 2 വശം ഒന്ന് മൊരിച്ചെടുത്തേ. എന്നിട്ട് ഈ ബ്രെഡിൽ മയോണൈസ് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച കൂട്ടില്ലേ, അതൊന്ന് തേച്ച് കൊടുത്തേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡും കൂടെ ഒഴിച്ച് കഴിച്ചേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, കഴിക്കും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഇത് ത്രികോണാകൃതിയിലൊക്കെ ഒരു വെട്ടി ഒന്ന് ഷേപ്പാക്കിയാൽ കഴിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കഴിച്ചത്, എനിക്കിത് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. കാണാൻ ലുക്കില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അല്ലെങ്കിൽ ലുക്കിലല്ലോ, ടേസ്റ്റ് അല്ലേ മുഖ്യം.